കർശന നിയന്ത്രണങ്ങളുള്ള പാർട്ടിയാണ് ബി.ജെ.പി. എന്നും പാർട്ടിക്കെതിരെ എന്തും വിളിച്ചു പറയുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ് കെ. സുരേന്ദ്രൻ. 30 ജില്ലാ കമ്മിറ്റികളിൽ 27 ജില്ലാ പ്രസിഡന്റുമാരെ തെരഞ്ഞെടുത്തതായി കെ. സുരേന്ദ്രൻ. കൊടകര കുഴൽപ്പണ കേസിൽ അന്വേഷണം പൂർത്തിയായതായി ഇ.ഡി. കുറ്റപത്രം സമർപ്പിക്കാൻ ഹൈക്കോടതി 2 മാസം സമയം അനുവദിച്ചു. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാനപാതയുടെ നിർമ്മാണ പ്രവൃത്തികൾ ഫെബ്രുവരി ആദ്യവാരത്തിൽ ആരംഭിക്കാൻ തീരുമാനം. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിലാണ് തീരുമാനം. നിർമ്മാണ ചുമതല KSDPക്ക്. വെറ്റിലപ്പാറ പാലത്തിന് സമീപം അതിരപ്പള്ളി റോഡിൽ കാട്ടാന ഇറങ്ങി. ഏഴാറ്റുമുഖം ഗണപതിയാണ് റോഡിലിറങ്ങിയത്. അതിരപ്പള്ളിയിൽ മയക്കുവെടിവെച്ച് ചികിത്സ നൽകിയ ആനയുടെ മുറിവ് ഭേദമായെന്ന് വനംവകുപ്പ്. വാൽപ്പാറ ആനമല കടുവ സംരക്ഷണ കേന്ദ്രത്തിന് സമീപം കാട്ടാനയുടെ ആക്രമണത്തിൽ വയോധികയ്ക്ക് പരിക്ക്. തൃശൂർ DCCയിൽ ജില്ലാ കോൺഗ്രസ് നേതൃയോഗം നടന്നു. നേതൃയോഗത്തിന് പിന്നാലെ കോൺഗ്രസ് എ ഗ്രൂപ്പ് കോർ കമ്മിറ്റി യോഗം ചേർന്നു. പ്രസിഡന്റില്ലാത്ത അനിശ്ചിതത്വം ഒഴിവാക്കാൻ നടപടിയെടുക്കണമെന്ന് എ ഗ്രൂപ്പ്. മളയിൽ നടക്കുന്ന ഡി-സോൺ കലോത്സവത്തിൽ 137 പോയിന്റുമായി ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് മുന്നേറുന്നു. കലോത്സവം ചൊവ്വാഴ്ച സമാപിക്കും. വിശദാംശങ്ങളിലേക്ക്. കർക്കശമായ നിയന്ത്രണങ്ങളുള്ള പാർട്ടിയാണ് ബി.ജെ.പി. എന്നും പാർട്ടിക്കെതിരായി എന്തും വിളിച്ചു പറയുന്നവർക്കെതിരെ സ്ഥായിയായി നടപടി സ്വീകരിക്കുമെന്നും ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ് കെ. സുരേന്ദ്രൻ പറഞ്ഞു. തൃശൂർ സിറ്റി ജില്ലാ പ്രവർത്തക കൺവെൻഷനും പുതിയ പ്രസിഡന്റിനെ പ്രഖ്യാപിക്കുന്ന ചടങ്ങും ബി.ജെ.പി. ജില്ലാ ഓഫീസിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കെ. സുരേന്ദ്രൻ. ചില ആളുകൾക്ക് സംഘടനയുടെ അച്ചടക്കം അറിയില്ല. ക്യാമറ കാണുമ്പോഴേക്കും ചില വിളിച്ചുപറയലുകൾ നടത്തും. CPM-ൽ ഒരു സെക്രട്ടറിയെ നിയമിച്ചാൽ അടുത്ത സെക്രട്ടറി വരുന്നത് അയാൾ മരിച്ചാൽ മാത്രമാണ്. കോൺഗ്രസിലാകട്ടെ ഒരു കുടുംബം തീരുമാനിക്കും. CPM-ലൊക്കെ ആദ്യം ഒരാളെ ജില്ലാ സെക്രട്ടറി ആക്കിയാൽ അടുത്ത ജില്ലാ സെക്രട്ടറി വരുന്നത് അദ്ദേഹം മരിച്ചതിന് ശേഷം. കോൺഗ്രസിലാണെങ്കിൽ ഇങ്ങനെ ഒരു ഏർപ്പാടില്ല. ആരാണോ PCC അധ്യക്ഷനായി വരുന്നത് അയാള് ജില്ലാ പ്രസിഡന്റുമാരെ നോമിനേറ്റ് ചെയ്യും. കോൺഗ്രസ് പിന്നെ ഒരു കുടുംബം തീരുമാനിക്കും. യുവാക്കൾക്കും മഹിളകൾക്കും മതന്യൂനപക്ഷങ്ങൾക്കും ഗണ്യമായ പരിഗണന നൽകിയാണ് ബി.ജെ.പിയിൽ ജില്ലാ പ്രസിഡന്റുമാരുടെ തെരഞ്ഞെടുപ്പ് നടത്തിയതെന്നും സുരേന്ദ്രൻ അഭിപ്രായപ്പെട്ടു. കോൺഗ്രസും CPM-ഉം സ്ത്രീ ശാക്തീകരണം വാക്കുകളിൽ മാത്രം ഒതുക്കുകയാണ്. ഒരു വനിതാ പ്രസിഡന്റിനെയെങ്കിലും നിയമിക്കാൻ CPM-നും കോൺഗ്രസിനും ധൈര്യമുണ്ടോ എന്നും സുരേന്ദ്രൻ ചോദിച്ചു. രമേശ് ചെന്നിത്തല പോലും ബി.ജെ.പിയുടെ ഇന്നത്തെ പ്രവർത്തനത്തെ അംഗീകരിക്കുന്നു. അടുത്ത തിരഞ്ഞെടുപ്പിൽ തൃശൂർ കോർപ്പറേഷൻ ഭരണം ബി.ജെ.പിയുടെ സ്വപ്നമാണ്. കേരളത്തിൽ എല്ലാ മണ്ഡലങ്ങളിലും MLA-മാർ ഉണ്ടാകുമെന്നും ത്രിതല പഞ്ചായത്തിൽ വൻ വിജയം കൈവരിക്കുമെന്നും സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. ബി.ജെ.പി. തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റായി ജസ്റ്റിൻ ജേക്കബിനെ വരണാധികാരി അനീഷ് മാസ്റ്റർ പ്രഖ്യാപിച്ചു. ബി.ജെ.പി. മുൻ സംസ്ഥാന പ്രസിഡന്റ് KV ശ്രീധരൻ മാസ്റ്റർ, ബി.ജെ.പി. സംസ്ഥാന സെക്രട്ടറി A. നാഗേഷ്, മുൻ ജില്ലാ പ്രസിഡന്റ് KK അനീഷ് കുമാർ, മേഖലാ സെക്രട്ടറി രവികുമാർ ഉപ്പത്ത്, ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KR ഹരി തുടങ്ങിയവർ സംസാരിച്ചു. TC വിനോസ്, തൃശൂർ. 30 ജില്ലാ കമ്മിറ്റികളിൽ 27 ജില്ലാ പ്രസിഡന്റുമാരെ തെരഞ്ഞെടുത്തതായി ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ് കെ. സുരേന്ദ്രൻ. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു അസ്വാരസ്യവുമില്ലെന്നും ഇല്ലാത്ത വാർത്തകൾ വരുന്നത് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് മാത്രമാണെന്നും സുരേന്ദ്രൻ പറഞ്ഞു. തൃശൂരിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു സുരേന്ദ്രൻ. 27 ജില്ലാ പ്രസിഡന്റുമാരിൽ 4 പേർ വനിതകളാണ്. ക്രൈസ്തവ ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ള 3 പേരെയും പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ള 2 പേരെയും 40 വയസ്സ് തികയാത്ത 3 പേരെയും പ്രസിഡന്റായി നിയമിച്ചിട്ടുണ്ടെന്നും എവിടെയും മത്സരമില്ലെന്നും സുരേന്ദ്രൻ അഭിപ്രായപ്പെട്ടു. 269 മണ്ഡലം കമ്മിറ്റികളുടെ കാര്യം പരിശോധിച്ചാൽ 34 വനിതാ മണ്ഡലം പ്രസിഡന്റ്. ഒരു പൊളിറ്റിക്കൽ പാർട്ടിയും കേരളത്തിൽ ഇന്നേ വരെ ചെയ്തിട്ടില്ലാത്ത കാര്യമാണ്. എല്ലാവരും വനിതാ ശാക്തീകരണത്തെക്കുറിച്ച്, സ്ത്രീ സമത്വത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നവരാണ്. CPM-ന് 2 ഏരിയ സെക്രട്ടറിമാരാണ് വനിതകളായിട്ടുള്ളത്. അതിലൊന്ന് തന്നെ MM മണിയുടെ മകളാണ്. നോക്കൂ, കേരളത്തിൽ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടി അതിനുള്ള ധൈര്യം കാണിക്കുമോ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീ ശാക്തീകരണം, സ്ത്രീ സംവരണം എന്നൊക്കെ പറയുന്നത് മുകൾ പരപ്പിൽ പ്രസംഗിക്കാനുള്ള ഒരു കാര്യമല്ല. 14 ക്രിസ്ത്യൻ മണ്ഡലം പ്രസിഡന്റുമാരെ ഞങ്ങൾ വെച്ചു. SC/ST വിഭാഗത്തിൽപ്പെട്ട 32 മണ്ഡലം പ്രസിഡന്റ് 30 ജില്ലാ കമ്മിറ്റികളായിട്ട് ഞങ്ങൾ മാറ്റി. അതിലിപ്പോൾ 27 ജില്ലകളിൽ ജില്ലാ പ്രസിഡന്റുമാരിലേക്കുള്ള നാമനിർദ്ദേശം പൂർത്തിയായി കഴിഞ്ഞു. ഇനി 3 ജില്ലകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ആ 27 ജില്ലകളിൽ 4 ജില്ലാ പ്രസിഡന്റുമാർ വനിതാ ജില്ലാ പ്രസിഡന്റുമാർ. 269 മണ്ഡലം പ്രസിഡന്റുമാരിൽ 34 പേർ വനിതകളാണ്.
27,400 ബൂത്തുകളിൽ 18,000 ബൂത്ത് കമ്മിറ്റികളും രൂപീകരിച്ചു കഴിഞ്ഞു. CPM കഴിഞ്ഞാൽ ഏറ്റവും ബൂത്ത് കമ്മിറ്റികളുള്ളത് BJPക്കാണെന്നും സുരേന്ദ്രൻ പറഞ്ഞു. പാലവീണ ചെകുത്താനെ പോലെയാണ് സന്ദീപ് വാര്യർ. കോൺഗ്രസിൽ 900 വക്താക്കളുണ്ടെന്നും അതിൽ ഒരു വക്താവ് മാത്രമാണ് സന്ദീപ് വാര്യരെന്നും സുരേന്ദ്രൻ പരിഹസിച്ചു. BDJS NDA വിട്ടുപോകില്ലെന്നും സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. BJP നേതാക്കളായ അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ, ജസ്റ്റിൻ ജേക്കബ്, അഡ്വക്കേറ്റ് KR ഹരി, അഡ്വക്കേറ്റ് രവികുമാർ ഉപ്പത്ത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. TCV തൃശൂർ. BJP തൃശൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റായി നിവേദിത സുബ്രഹ്മണ്യൻ ചുമതലയേറ്റു. സ്ഥാനാരോഹണ ചടങ്ങ് സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. CPM-നേക്കാൾ കൂടുതൽ വനിതാ നേതാക്കളുള്ളത് BJPക്കാണെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. BJPയുടെ മണ്ഡലം പ്രസിഡന്റ് പ്രഖ്യാപനം പൂർത്തിയായിട്ടില്ലെങ്കിലും നിലവിലെ 269 പേരിൽ 34 പേരും വനിതകളാണ്. CPM-ന് ഏരിയ സെക്രട്ടറിമാരായി 2 വനിതകൾ മാത്രമുള്ളപ്പോൾ BJPക്ക് 34 മണ്ഡലം പ്രസിഡന്റുമാർ ഉണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അസിസ്റ്റന്റ് വരണാധികാരി KR അനീഷ് അധ്യക്ഷത വഹിച്ചു. തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, നേതാക്കളായ സുജയ് സേനൻ, IN രാജേഷ്, ദയാനന്ദൻ മാമ്പുള്ളി, അനിൽ മഞ്ചറമ്പത്ത്, ധന്യ രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. കൊടകര കുഴൽപ്പണ കേസിൽ അന്വേഷണം പൂർത്തിയായതായി ED ഹൈക്കോടതിയെ അറിയിച്ചു. കുറ്റപത്രം സമർപ്പിക്കാൻ 2 മാസം സമയം അനുവദിച്ചു. 2021 ഏപ്രിൽ 3-ന് കൊടകരയിൽ നടന്ന ഹൈവേ കവർച്ചയുമായി ബന്ധപ്പെട്ടാണ് കള്ളപ്പണ ഇടപാട് പുറത്തുവരുന്നത്. BJP മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീശന്റെ വെളിപ്പെടുത്തലോടെ കൊടകര കുഴൽപ്പണ കേസ് വീണ്ടും സജീവ ചർച്ചയായിരുന്നു. സതീശന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാർ കേസ് അന്വേഷിക്കാൻ പുതിയ സംഘത്തെ നിയോഗിക്കുകയും ചെയ്തു. സർക്കാർ അന്വേഷണം നടന്നുകൊണ്ടിരിക്കെയാണ് ED അന്വേഷണം പൂർത്തിയാക്കിയത്. തൃശൂർ കുറ്റിപ്പുറം റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ഫെബ്രുവരി ആദ്യവാരത്തിൽ ആരംഭിക്കാൻ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായി. കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് പ്രോജക്ട് കമ്പനിയാണ് നിർമ്മാണ പ്രവൃത്തികൾ ഏറ്റെടുത്ത് നടത്തുന്നത്. മെയ് അവസാന വാരത്തിൽ ഫസ്റ്റ് ലൈൻ ടാറിങ്ങും കോൺക്രീറ്റ് പ്രവൃത്തികളും പൂർത്തിയാക്കുന്ന രീതിയിലാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. 9 മാസമാണ് നിർമ്മാണ പ്രവൃത്തിയുടെ കാലാവധി. കൊടുങ്ങല്ലൂർ റോഡിന്റെ ഡൈവേഷൻ പ്ലാൻ അനുസരിച്ച് പ്രവൃത്തി മുന്നോട്ടു പോകുവാനും യോഗം തീരുമാനിച്ചു. ഇറിഗേഷന്റെ കനാൽ ബണ്ട് റോഡ് പൂർത്തിയാകുന്ന മുറയ്ക്ക് പുത്തൻ റോഡ് വരെയുള്ള ഡൈവേഷൻ കരുവന്നൂർ പാലം വരെ നീട്ടുവാനും യോഗത്തിൽ തീരുമാനമായി. കളക്ടറേറ്റിൽ നടന്ന യോഗത്തിൽ MLA മുരളി പെരുന്നെല്ലി, തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ R. ഇളങ്കോ, സബ് കളക്ടർ അഖിൽ V. മേനോൻ, KSTP എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ PV ബിജി തുടങ്ങിയവർ പങ്കെടുത്തു. വെറ്റിലപ്പാറ പാലത്തിന് സമീപം അതിരപ്പള്ളി റോഡിൽ കാട്ടാന ഇറങ്ങി. ഏഴാറ്റുമുഖം ഗണപതിയാണ് റിസോർട്ടിന് അടുത്തുള്ള സിനോഷിന്റെ പറമ്പിലെത്തിയത്. റംബൂട്ടാൻ, വാഴ തുടങ്ങിയ കാർഷിക വിളകൾ നശിപ്പിച്ചു. ആളുകൾ ബഹളം വെച്ചതോടെ ആന റോഡിലേക്ക് ഇറങ്ങി. പിന്തുടർന്ന പ്രദേശവാസികൾക്ക് നേരെ ആന തിരിയുകയും ചെയ്തു. പിന്നീട് പടക്കം പൊട്ടിച്ചാണ് ആനയെ തുരത്തിവിട്ടത്. പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ ഏഴാറ്റുമുഖം വനാന്തരത്തിൽ മസ്തകത്തിൽ മുറിവിന് ചികിത്സ നൽകി വിട്ടയച്ച ആനയെ വീണ്ടും കണ്ടെത്തി. എലിച്ചാണിയിലാണ് തിങ്കളാഴ്ച വൈകിട്ടോടെ കൊമ്പനെ കണ്ടത്. മുറിവ് ഭേദമായതായി വനം വകുപ്പ് അധികൃതർ പറഞ്ഞു. വിദഗ്ധ സംഘം ചികിത്സ നൽകിയതിനു ശേഷം ഇതിനെ നിരീക്ഷിക്കാൻ വാച്ചർമാരെ ചുമതലപ്പെടുത്തിയിരുന്നു. 3 ദിവസത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ആനയെ കണ്ടെത്താനായത്. വാൽപ്പാറ ആനമല കടുവ സംരക്ഷണ കേന്ദ്രത്തിന് സമീപം കാട്ടാനയുടെ ആക്രമണത്തിൽ വയോധികയ്ക്ക് പരിക്ക്. മണമ്പള്ളി വന്യജീവി സങ്കേത പ്രദേശത്ത് ETR എസ്റ്റേറ്റിലെ തേയിലത്തോട്ട തൊഴിലാളി ഭവന സമുച്ചയത്തിൽ പെരിയസ്വാമിയുടെ ഭാര്യ അന്നലക്ഷ്മിക്കാണ് പരിക്കേറ്റത്. തൊട്ടടുത്ത റേഷൻ കട ആന ആക്രമിക്കുകയായിരുന്നു. ശബ്ദം കേട്ട് എത്തിനോക്കിയ അന്നലക്ഷ്മിയെ ഓടിയെത്തിയ ആന തട്ടി വീഴ്ത്തി. ബഹളം കേട്ട് ഓടിയെത്തിയ മറ്റ് തൊഴിലാളികൾ ആനയെ തുരത്തി. പരിക്കേറ്റ വയോധികയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂർ DCCയിൽ ജില്ലാ കോൺഗ്രസ് നേതൃയോഗം സംഘടിപ്പിച്ചു. വന്യമൃഗ മനുഷ്യ സംഘർഷം ലഘൂകരിക്കാൻ നടപടി ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് നടത്തുന്ന മലയോര സമരയാത്രയ്ക്ക് 31-ാം തീയതി കോടശ്ശേരി ചായ്പൻകുഴിയിൽ നൽകുന്ന സ്വീകരണ സമ്മേളനത്തിൽ 5000-ഓളം പേരെ പങ്കെടുപ്പിക്കുവാൻ യോഗം തീരുമാനിച്ചു. റേഷൻ വിതരണം തകരാറിലാക്കിയ സംസ്ഥാന സർക്കാരിനെതിരെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റേഷൻ കടകൾക്ക് മുൻപിൽ ചൊവ്വാഴ്ച ധർണ നടത്താൻ ജില്ലാ കോൺഗ്രസ് നേതൃയോഗം തീരുമാനിച്ചു. DCC പ്രസിഡന്റ് VK ശ്രീകണ്ഠൻ MP യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. KPCC ജനറൽ സെക്രട്ടറി ജെയ്സൺ ജോസഫ്, മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, സനീഷ് കുമാർ ജോസഫ് MLA, ജില്ലയിലെ സീനിയർ നേതാക്കൾ, മുൻ MLA-മാർ, KPCC DCC ഭാരവാഹികൾ, ബ്ലോക്ക് മണ്ഡല പ്രസിഡന്റുമാർ തുടങ്ങിയവർ പങ്കെടുത്തു.
കോൺഗ്രസ് എ ഗ്രൂപ്പ് കോർ കമ്മിറ്റി യോഗം തൃശൂരിൽ ചേർന്നു. DCC പ്രസിഡന്റിനെ നിയമിക്കാതെയുള്ള അനിശ്ചിതത്വം ഉടൻ അവസാനിപ്പിക്കണമെന്ന് ജില്ലയിലെ എ ഗ്രൂപ്പ് യോഗം ആവശ്യപ്പെട്ടു. നേരത്തെ എ ഗ്രൂപ്പിന്റെ കൈവശമുണ്ടായിരുന്ന DCC പ്രസിഡന്റ് സ്ഥാനത്തിന് അവകാശവാദം ഉന്നയിക്കുവാൻ യോഗം തീരുമാനിച്ചു. DCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് KPCC സെക്രട്ടറി ജോൺ ഡാനിയൽ, DCC വൈസ് പ്രസിഡന്റ് CO ജേക്കബ് എന്നിവരുടെ പേരുകൾ സംസ്ഥാന നേതൃത്വത്തിന് കൈമാറും. മുൻ DCC പ്രസിഡന്റുമാരായ O അബ്ദുറഹ്മാൻകുട്ടി, PA മാധവൻ, മുൻ KPCC ജനറൽ സെക്രട്ടറി MP ജാക്സൺ, KPCC സെക്രട്ടറി ജോൺ ഡാനിയൽ, DCC വൈസ് പ്രസിഡന്റ് CO ജേക്കബ്, DCC ജനറൽ സെക്രട്ടറി രാജൻ പലൻ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. മാളയിൽ നടക്കുന്ന കാലിക്കറ്റ് സർവകലാശാല D-സോൺ കലോത്സവത്തിൽ 48 ഇനങ്ങൾ പൂർത്തിയായപ്പോൾ 137 പോയിന്റുമായി ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് മുന്നേറുന്നു. 108 പോയിന്റ് നേടി തൃശൂർ സെന്റ് തോമസ് കോളേജ് 2ാം സ്ഥാനത്തും 82 പോയിന്റ് നേടി തൃശൂർ കേരളവർമ്മ കോളേജ് 3ാം സ്ഥാനത്തുമുണ്ട്. തിങ്കളാഴ്ച നാടോടി നൃത്തം, കേരള നടനം, മോഹിനിയാട്ടം, നാടകം, വാദ്യം, മാപ്പിളപ്പാട്ട് എന്നീ ഇനങ്ങളിലാണ് മത്സരം നടന്നത്. മത്സരങ്ങൾ ചൊവ്വാഴ്ച സമാപിക്കും. സമാപന ദിവസം 3 വേദികളിലായി തിരുവാതിരക്കളി, കഥകളി, തുള്ളൽ, മാർഗം കളി, പരിചമുട്ട്, സംഘഗാനം, ഗാനമേള, നാടൻപാട്ട്, കഥകളി സംഗീതം, ക്ലാസിക്കൽ സംഗീതം, പശ്ചാത്യ സംഗീതം എന്നീ മത്സരങ്ങൾ നടക്കും. സംസ്ഥാനത്ത് മദ്യവില വർധന നിലവിൽ വന്നു. പുതുക്കിയ വില വിവരപ്പട്ടിക ബെവ്കോ പുറത്തിറക്കി. 10 രൂപ മുതൽ 50 രൂപ വരെയാണ് വിവിധ ബ്രാൻഡുകൾക്ക് വില വർദ്ധിപ്പിച്ചിട്ടുള്ളത്. 62 മദ്യക്കമ്പനികളുടെ 341 ബ്രാൻഡുകൾക്ക് വില വർദ്ധിപ്പിച്ചു. അസംസ്കൃത വസ്തുക്കൾക്ക് വില വർദ്ധിച്ചതിനാൽ മദ്യത്തിന്റെ വില കൂട്ടണമെന്ന് മദ്യക്കമ്പനികൾ ബീവറേജസ് കോർപ്പറേഷനോട് ആവശ്യപ്പെട്ടിരുന്നു. ഇത് പരിഗണിച്ചാണ് വില വർധന നിലവിൽ വന്നത്. ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിനും ബിയറിനും വൈനിനും വില വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ജനപ്രിയ ബ്രാൻഡായ ജവാൻ ലിറ്ററിന് 10 രൂപ വർദ്ധിപ്പിച്ചിട്ടുള്ളത്. രാജ്യത്തെ ആദ്യ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി മാറുന്നതിന്റെ പടിവാതിൽക്കലാണ് കേരളമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് പറഞ്ഞു. മാലിന്യമുക്ത നവകേരളവും യാഥാർത്ഥ്യത്തിലേക്ക് അടുത്തുവെന്നും മന്ത്രി. വിശപ്പുരഹിത നഗരമെന്ന ലക്ഷ്യത്തോടെ തൃശൂർ കോർപ്പറേഷൻ നടപ്പിലാക്കി വരുന്ന മന്ന പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൃശൂർ കോർപ്പറേഷൻ ബഹുമാന്യനായ മേയർ ശ്രീ MK വർഗീസിന്റെ നേതൃത്വത്തിൽ നൂതനമായ ആശയങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിൽ കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങൾക്കാകെ മാതൃക സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നടപ്പാക്കുന്ന ഇന്ന് ഉദ്ഘാടനം ചെയ്ത മന്ന അത്തരത്തിലൊരു നൂതനാശയം. മേയറെയും കോർപ്പറേഷൻ ഭരണസമിതിയെയും ഞാൻ സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കുന്നു. അസാധ്യമെന്ന് കരുതുന്ന പല കാര്യങ്ങളും സാധ്യമാക്കാനാണ് തൃശൂർ കോർപ്പറേഷൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് സംസ്ഥാന സർക്കാരിന്റെ എല്ലാ പിന്തുണയും ഉണ്ടായിരിക്കും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോ പുതിയ ഒരാശയവുമായി മേയർ വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഫിൻടെക് സിറ്റി എന്ന ഒരു പുതിയ ആശയവുമായിട്ട് വന്നിരിക്കുകയാണ്. അതും യാഥാർത്ഥ്യമാക്കുന്നതിന് സംസ്ഥാന സർക്കാരിന്റെ എല്ലാ പിന്തുണയും ഉണ്ടാകും എന്ന് ഞാൻ അറിയിക്കുകയാണ്. നിലവിൽ സംസ്ഥാനത്തെ അതിദാരിദ്ര്യ കുടുംബങ്ങളുടെ എണ്ണം 64,000-ൽ നിന്ന് 20,000-ലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. നവംബർ 1 കേരളപ്പിറവി ദിനത്തോടെ ലക്ഷ്യം നേടാൻ കഴിയുമെന്നാണ് വിശ്വാസം. 20,000-ലധികം ആളുകളല്ല, കുടുംബങ്ങൾ, അവരെ കൂടി അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ട് ഇന്ത്യയിൽ ആദ്യമായി അതിദരിദ്രരില്ലാത്ത സംസ്ഥാനം എന്ന ചരിത്ര നേട്ടം കൈവരിക്കുന്നതിന്റെ പടിവാതിൽക്കലാണ് കേരളം നിൽക്കുന്നത്. അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി പോലെ തന്നെ സർക്കാരിന്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നാണ് മാലിന്യമുക്ത നവകേരളം. ഇതിന്റെ ക്യാമ്പയിൻ അവസാന ഘട്ടത്തിലാണ്. 1 വർഷം മുൻപ് വരെ 47% ഹരിതകർമ്മസേനയുടെ ഡോർ ടു ഡോർ വേസ്റ്റ് കളക്ഷൻ ഇപ്പോൾ 90%-ആയെന്നും മന്ത്രി പറഞ്ഞു. ശക്തൻ നഗർ മന്ന സെന്ററിൽ നടന്ന ചടങ്ങിൽ മേയർ MK വർഗീസ് അധ്യക്ഷത വഹിച്ചു. 575 ദിവസം പിന്നിട്ട പദ്ധതി വഴി ഇതുവരെ 2,87,500 പേർക്ക് ഉച്ചഭക്ഷണവും 1,43,750 പേർക്ക് രാത്രി ഭക്ഷണവും നൽകാൻ കഴിഞ്ഞു. ഉടൻ തന്നെ പ്രഭാത ഭക്ഷണവും നൽകാൻ കഴിയുമെന്ന് മേയർ അറിയിച്ചു. ഡെപ്യൂട്ടി മേയർ ML റോസി, സിറ്റി പോലീസ് കമ്മീഷണർ R ഇളങ്കോ, കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ PK ഷാജൻ, വർഗീസ് കണ്ടംകുളത്തി, സാറാമ റോബ്സൺ, ഡിവിഷൻ കൗൺസിലർ സിന്ധു ആൻഡോ ചാക്കോള, ലയൺസ് ക്ലബ് ഭാരവാഹികളായ ജെയിംസ് വളപ്പില, ടോണി ഏനോക്കാരൻ, ക്ലീൻ സിറ്റി മാനേജർ അബ്ദുൾ നാസർ, KK ഷബീർ, കോർപ്പറേഷൻ സെക്രട്ടറി VP ഷിബു എന്നിവർ പങ്കെടുത്തു. തൃശൂർ നഗരത്തിൽ എത്തുന്നവർക്ക് ശക്തനിൽ സ്ഥാപിച്ച മന്ന കേന്ദ്രം വഴി സന്നദ്ധ സംഘടനയുടെയും സ്ഥാപനത്തിന്റെയും സഹകരണത്തോടെയാണ് ഉച്ചയ്ക്കും രാത്രിയിലും സൗജന്യമായി ഭക്ഷണം നൽകി വരുന്നത്.
TCV, തൃശൂർ. സകല മതങ്ങളെയും വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും ഇരു കൈയും നീട്ടി സ്വീകരിച്ച നിലപാടാണ് ഇന്ത്യയുടേതെന്നും അത് നിലനിർത്തി കൊണ്ടുപോകേണ്ടത് ആവശ്യമാണെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. SKSSF ജില്ലാ മനുഷ്യജാലികയുടെ പൊതുസമ്മേളനം വരന്തരപ്പള്ളിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. SKSSF ജില്ലാ പ്രസിഡന്റ് CM ഷെരീഫ് ദാരിമി അധ്യക്ഷത വഹിച്ചു. KK രാമചന്ദ്രൻ MLA, സ്വാലിഹ് അൻവരി ചേകന്നൂർ, ടെന്നി പാറയ്ക്കൽ, VM ഇല്യാസ് ഫൈസി ചെറുവാളൂർ, ഉസ്താദ് മഖാം സിയാറത്ത് ഹമീദ് ഹുദവി എന്നിവർ സംസാരിച്ചു. സമസ്ത ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് അബൂബക്കർ ഫൈസി ചെങ്ങമനാട് റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. സംസാരിക്കാൻ പാടില്ല എന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. ഈ പരിപാടി മണലൂരിൽ നിന്നും ഇടഞ്ഞ് കാഞ്ഞാണി തൃശൂർ സംസ്ഥാന പാതയിൽ 1.5 മണിക്കൂറോളം ജനങ്ങളെ പരിഭ്രാന്തിയിലാക്കിയ കൊമ്പനെ തളച്ചു. മണലൂർ പുത്തനങ്ങാടി ഭാഗത്തു നിന്നും തിങ്കളാഴ്ച വൈകിട്ട് 6:30 കുളിപ്പിക്കുന്നതിനിടെ ആന ഇടഞ്ഞോടുകയായിരുന്നു. കാഞ്ഞാണി ജംഗ്ഷനിലെത്തിയ ആന പിന്നീട് സംസ്ഥാന പാതയിൽ കയറി. ഇതോടെ വാഹനയാത്രക്കാർ പരിഭ്രാന്തരായി. പിന്നീട് പെരുമ്പുഴ പാലത്തിന്റെ ഭാഗത്തേക്ക് നീങ്ങിയ ആന ഓട്ടം തുടർന്നു. പാപ്പാന്മാരും ഒപ്പം ഓടിയെങ്കിലും ആനയെ തളയ്ക്കാൻ സാധിച്ചില്ല. ആന പിന്നീട് എറവ് 6-ാം കല്ലിലെത്തി. ഇതിനിടെ സംസ്ഥാന പാത സ്തംഭിച്ചു. പോലീസ് എത്തി വാഹനങ്ങൾ വഴിതിരിച്ചു വിടുകയായിരുന്നു. രാത്രി 8 മണിയോടെ 4 കിലോമീറ്റർ പിന്നിട്ട് കൈപ്പിള്ളിയിൽ വെച്ചാണ് ആനയെ തളയ്ക്കാനായത്. പ്രസിദ്ധമായ മണത്തല ചന്ദനക്കുടം നേർച്ചയ്ക്ക് തുടക്കമായി. ചാവക്കാട് നഗരത്തിൽ നിന്ന് ആരംഭിച്ച പ്രചോദിയുടെ ആദ്യകാഴ്ച പള്ളിയങ്കണത്തിൽ എത്തിച്ചേർന്നു. തുടർന്ന് ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 15ഓളം കാഴ്ചകൾ പള്ളിയിൽ എത്തിച്ചേർന്നു. നേർച്ചയുടെ പ്രധാന ദിവസമായ ചൊവ്വാഴ്ച താബൂത്ത് കാഴ്ച രാവിലെ പള്ളിയങ്കണത്തിൽ എത്തിച്ചേരും. തുടർന്ന് പുത്തൻകടപ്പുറം, ചാവക്കാട്, ബ്ലാങ്ങാട് ബീച്ച് എന്നിവിടങ്ങളിൽ നിന്ന് കൊടികയറ്റ കാഴ്ച പള്ളിയങ്കണത്തിൽ എത്തി കൊടി ഉയർത്തും. വൈകിട്ട് നാട്ടുകാഴ്ചയുണ്ടാകും. വിവിധ ക്ലബ്ബുകൾ, സംഘടനകൾ എന്നിവരുടെ ആഭിമുഖ്യത്തിലുള്ള കാഴ്ചകളും പള്ളിയങ്കണത്തിൽ എത്തിച്ചേരും. അന്നമനാട് കല്ലൂരിൽ പൂട്ടിക്കിടന്ന വീടിന്റെ പൂട്ടുപൊളിച്ച് മോഷണം. സുപ്രിയ നിവാസിൽ പ്രഭാ സദാശിവന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. നിരീക്ഷണ ക്യാമറ, DVR, മൊബൈൽ ഫോൺ എന്നിവയാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. വീട്ടിൽ ആരും ഇല്ലാതിരുന്ന 3 ദിവസത്തിനുള്ളിലാണ് മോഷണം നടന്നതെന്ന് മാള പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു. മോഷണം പോയ സാധനങ്ങൾക്കും വാതിൽ, അലമാര എന്നിവ കേടുവരുത്തിയതിനും 1,20,000 രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. സംഭവത്തിൽ മാള പോലീസ് കേസെടുത്തു. തൃശൂർ മെഡിക്കൽ കോളേജിൽ 33 kV സബ്സ്റ്റേഷൻ സ്ഥാപിക്കാൻ 20 സെന്റ് ഭൂമി അനുവദിച്ച് ഉത്തരവായി. മെഡിക്കൽ കോളേജിൽ വർദ്ധിച്ചുവരുന്ന ആവശ്യങ്ങൾ പരിഗണിച്ചും നിർമ്മാണം പുരോഗമിക്കുന്ന സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക്, മദർ ആൻഡ് ചൈൽഡ് ബ്ലോക്ക് എന്നിവയുടെ പ്രവർത്തനത്തിനും അധിക വൈദ്യുതി ആവശ്യമായതിനാലാണ് ആശുപത്രി കോമ്പൗണ്ടിൽ 33 kV സബ്സ്റ്റേഷൻ സ്ഥാപിക്കുന്നതിന് 20 സെന്റ് ഭൂമി വൈദ്യുതി ബോർഡിന് കൈമാറാൻ ഉത്തരവായത്. സേവ്യർ ചിറ്റരപ്പള്ളി MLA അറിയിച്ചു. വെളപ്പായ വില്ലേജിൽ ഉൾപ്പെട്ട 20 സെന്റ് ഭൂമിയാണ് കൈമാറുന്നത്. ടാലന്റ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടി പാത്രമംഗലം ഗ്രാമം. പ്രദേശത്തെ മുഴുവൻ വീടുകളെയും ഒരു വേദിയിൽ ആദരിച്ചാണ് പാത്രമംഗലം ടാലന്റ് വേൾഡ് റെക്കോർഡ്സിൽ ഇടം പിടിച്ചത്. വേലൂർ പഞ്ചായത്തിലെ പാത്രമംഗലം പാലത്തിന്റെ 50ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായാണ് പാത്രമംഗലം ഗ്രാമത്തിലെ മുഴുവൻ കുടുംബാംഗങ്ങളെയും ഒരു വേദിയിൽ മൊമെന്റോ നൽകി ആദരിച്ചത്. പ്രവാസിയായ അഷ്റഫ് മുഹമ്മദ് ഉണ്ണിയുടെ നേതൃത്വത്തിൽ നാട്ടുകൂട്ടായ്മയാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. 315 കുടുംബങ്ങളാണ് ആദരവ് ഏറ്റുവാങ്ങിയത്. മോസ്റ്റ് നമ്പർ ഓഫ് വില്ലേജ് ഹൗസസ് ഓണേർഡ് ഇൻ എ സിംഗിൾ വെന്യൂ എന്ന കാറ്റഗറിയിലാണ് ടാലന്റ് ബുക്ക് ഓഫ് റെക്കോർഡിന്റെ വേൾഡ് റെക്കോർഡ് ലഭിച്ചത്. റെക്കോർഡ് ടാലന്റ് ഒഫീഷ്യലുകളായ രക്ഷിത ജെയിൻ, ഡോക്ടർ വിന്നർ ഷെരീഫ് എന്നിവർ സർട്ടിഫിക്കറ്റ് സമ്മാനിച്ചു. കിന്നസ് ആദൂർ നിരീക്ഷകനായിരുന്നു. റെക്കോർഡിൽ ഇടം പിടിച്ച ഗ്രാമത്തിലെ മുഴുവൻ വീടുകൾക്കും സർട്ടിഫിക്കറ്റ് നൽകി. സാംസ്കാരിക സമ്മേളനം AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. വേലൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TR ശോഭി അധ്യക്ഷനായി. ചലച്ചിത്ര താരം ബിനീഷ് ബാസ്റ്റിൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ, അംഗം സ്വപ്ന രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. TCV എരുമപ്പെട്ടി. അത്താണി സെന്ററിലെ ഷോപ്പിംഗ് കോംപ്ലക്സിലെ ജനറേറ്റർ പവർ യൂണിറ്റിന് തീപിടിച്ചു. കെട്ടിടത്തിലേക്ക് തീ പടരാതിരുന്നതിനാൽ അപകടം ഒഴിവായി. വടക്കാഞ്ചേരി ഫയർ യൂണിറ്റിൽ നിന്നുള്ള ജീവനക്കാരും നാട്ടുകാരും ചേർന്ന് തീ അണച്ചു. സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ SK കലേഷ് കുമാർ, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ K മുരളീധരൻ, B മുകേഷ്, K രഞ്ജിത്ത്, GL വിഷ്ണു തുടങ്ങിയവർ രക്ഷാപ്രവർത്തനത്തിനുണ്ടായിരുന്നു.
കുന്നുകുളം പെലക്കാട്ട് പയ്യൂരിൽ യുവാവിനെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കണ്ണഞ്ചേരി വീട്ടിൽ ദാസന്റെ മകൻ 33 വയസ്സുള്ള അനൂപാണ് മരിച്ചത്. മാനസിക സമ്മർദ്ദമാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്ന് പോലീസ് പറഞ്ഞു. കുന്നുകുളം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ഗുരുവായൂർ ചെവല്ലൂർപ്പടിയിൽ ബൈക്കിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന മധ്യവയസ്കൻ മരിച്ചു. മന്നിക്കര പടിയത്ത് 53 വയസ്സുള്ള സുനിൽകുമാറാണ് മരിച്ചത്. സുനിൽകുമാർ സഞ്ചരിച്ചിരുന്ന ബൈക്കിൽ മറ്റൊരു ബൈക്ക് സൈഡിൽ വന്നിടിച്ചായിരുന്നു അപകടം. കുന്നംകുളത്ത് വിദ്യാർത്ഥിനിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ യുവാവ് അറസ്റ്റിലായി. മംഗലാകുന്ന് കിണർ സ്വദേശി രമേശിനെയാണ് വടക്കേക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. വിവാഹിതനും ഒരു കുട്ടിയുടെ പിതാവുമായ ഇയാൾ 13 വയസ്സുകാരിയുമായി അടുപ്പം സ്ഥാപിക്കുകയും ലൈംഗിക ചുവയുള്ള മെസ്സേജുകൾ അയക്കുകയും നഗ്ന ഫോട്ടോകൾ ആവശ്യപ്പെടുകയും ചെയ്തതായി പോലീസ് പറഞ്ഞു. ശല്യം തുടർന്ന് ലൈംഗിക അതിക്രമം നടത്തുകയും ചെയ്തതോടെ വീട്ടുകാർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. അളകപ്പനഗർ വരാക്കര പുളിഞ്ചോട് വീട് തകർന്ന് വീണു. കടപ്പശ്ശേരി രഘുവിന്റെ ഓടിട്ട വീടാണ് തകർന്നത്. കാലപ്പഴക്കം ചെന്ന വീടിന്റെ മേൽക്കൂര തകർന്ന് വീട്ടുപകരണങ്ങൾ നശിച്ചു. അപകട സമയത്ത് രഘു വീടിനകത്തുണ്ടായിരുന്നുവെങ്കിലും ശബ്ദം കേട്ട് പുറത്തേക്ക് ഓടിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. രഘുവും ഭാര്യ രേവതിയും മകൻ രാഹുലുമാണ് വീട്ടിൽ താമസിക്കുന്നത്. പഞ്ചായത്ത് അംഗം അശ്വതി, BJP ആമ്പല്ലൂർ മണ്ഡലം പ്രസിഡന്റ് KB സന്ദീപ് എന്നിവർ വീട് സന്ദർശിച്ചു. PKS തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പത്മശ്രീ നേടിയ ഫുട്ബോൾ ഇതിഹാസം IM വിജയനെ സ്വവസതിയിലെത്തി ആദരിച്ചു. PKS തൃശൂർ ജില്ലാ സെക്രട്ടറി KV രാജേഷ് ഉപഹാരം നൽകി ആദരിച്ചു. ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ MK സുദർശൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് PA ലജുക്കുട്ടൻ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് PK ബിന്ദു, ബാലു എന്നിവർ സംസാരിച്ചു. ദേശമംഗലം ആറ്റുപുറത്ത് വയോധികൻ കുളത്തിൽ വീണ് മരിച്ചു. ദേശമംഗലം ആറ്റുപുറം കരിമാംകുഴി വീട്ടിൽ നാരായണമേനോനാണ് മരിച്ചത്. കുളിക്കാനായി കുളത്തിലെത്തിയ നാരായണമേനോൻ കാൽ തെറ്റി വീഴുകയായിരുന്നു. കുളക്കടവിൽ ചെരുപ്പും മറ്റു വസ്ത്രങ്ങളും ഇരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഷൊർണൂരിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് മൃതദേഹം പുറത്തെടുത്തത്. കാപ്പാനിയ ലംഘിച്ച് ജില്ലയിൽ പ്രവേശിച്ച യുവാവിനെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. കരിക്കാട് സ്വദേശി തട്ടാരക്കുന്നത്ത് വീട്ടിൽ ഷിഹാബിനെയാണ് കുന്നംകുളം സബ് ഇൻസ്പെക്ടർ ഫക്രുദ്ദീന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. തൃശൂർ റേഞ്ച് DIGയുടെ ഉത്തരവിനെ തുടർന്ന് 6 മാസത്തേക്ക് പ്രതി ജില്ലയിൽ പ്രവേശിക്കുന്നത് വിലക്കിയിരുന്നു. വിലക്ക് ലംഘിച്ച് പ്രതി ജില്ലയിൽ പ്രവേശിച്ചതായി കുന്നംകുളം പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത്. അയൽവാസി ജിഷോയുടെ വീടിന്റെ ചില്ല് പ്രതി എറിഞ്ഞു പൊട്ടിച്ചതായും പോലീസ് പറഞ്ഞു. പഴയന്നൂർ വെള്ളാർകുളത്ത് നിയന്ത്രണം തെറ്റിയ പാഴ്സൽ സർവീസ് വാഹനം വീട്ടിലേക്ക് ഇടിച്ചുകയറി. വെള്ളാർകുളം കുറുപ്പന്തോടി കുഞ്ഞുമരക്കാരുടെ വീട്ടിലേക്കാണ് വാഹനം ഇടിച്ചുകയറിയത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. വീടിന് കേടുപാടുകൾ സംഭവിച്ചു. വൈദ്യുതി പോസ്റ്റ് ഒടിഞ്ഞ് റോഡിലേക്ക് വീണതിനാൽ അരമണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. ചേലക്കര ഭാഗത്തു നിന്നും കോയമ്പത്തൂർക്ക് പോകുകയായിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. വാണിജ്യം. വിവിധയിനം ടൈലുകൾ, സാനിറ്ററി വെയേഴ്സ് തുടങ്ങിയ പ്രീമിയം കളക്ഷനുകളുടെ വിപുലമായ ശേഖരവുമായി ലാവിഷ് പ്രീമിയർ തൃശൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. വിലക്കുറവും ഗുണമേന്മയും ഉറപ്പു നൽകുന്ന ലാവിഷ് പ്രീമിയറിന്റെ 5ാമത് ഷോറൂം തൃശൂർ കുറുപ്പൻ റോഡ് മന്നാടിയാർ ലൈനിലാണ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. മേയർ MK വർഗീസ് ഉദ്ഘാടനം ചെയ്തു. P. ബാലചന്ദ്രൻ MLA മുഖ്യാതിഥിയായിരുന്നു. കോർപ്പറേഷൻ കൗൺസിലർ പൂർണിമ സുരേഷ്, ലാവിഷ് ഗ്രൂപ്പ് ഫൗണ്ടറും ചെയർമാനുമായ TL ഔസേബ്, ലാവിഷ് പ്രീമിയർ ഡയറക്ടർമാരായ ലിൻസൺ തരകൻ, പ്രിറ്റി ലിൻസൺ, ലിയാന റോസ്, ലിസ്ബത്ത് റോസ് തുടങ്ങി ബന്ധുമിത്രാദികളും സ്റ്റാഫ് അംഗങ്ങളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. വിവിധ ബ്രാൻഡഡ് സെക്ഷനുകളുടെ ഉദ്ഘാടനം ഷെറി നെഹനാൻ, മാത്യു സണ്ണി, M. മുകുന്ദൻ, മനോജ് ലാൽ, M. പ്രജീഷ്, രാഹുൽ രാജൻ, സബിത്, രാജേഷ് കുമാർ, റംഷാദ് മൊയ്തീൻ, ജിമ്മി ജോസ്, BK സുധീർ എന്നിവർ നിർവഹിച്ചു. വൈവിധ്യമാർന്ന വിവിധയിനം ബ്രാൻഡഡ് ടൈലുകളുടെയും സാനിറ്ററി വെയേഴ്സിന്റെയും വിപുലമായ കളക്ഷൻസാണ് തൃശൂർ ലാവിഷ് പ്രീമിയറിൽ ഒരുക്കിയിട്ടുള്ളത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ആകർഷകമായ ഓഫറുകൾ ഒരുക്കിയിട്ടുണ്ട്. ഉദ്ഘാടനത്തിൽ പങ്കെടുത്തവരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 3 ഭാഗ്യശാലികൾക്ക് 3 ഗോൾഡ് നെക്ലസുകളും സമ്മാനമായി നൽകി. കൂടാതെ പർച്ചേസ് ആൻഡ് വിൻ ഓഫർ വഴി തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക്
വീടുകൾക്ക് ടൈൽ സൗജന്യമായി വിരിച്ചു നൽകും. കൂടുതൽ വിവരങ്ങൾക്ക് 8139090966. സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7510 രൂപ, പവന് 60,080 രൂപ. വെള്ളി ഗ്രാമിന് 98 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3314 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. കർശന നിയന്ത്രണങ്ങളുള്ള പാർട്ടിയാണ് BJP എന്നും പാർട്ടിക്കെതിരെ എന്തും വിളിച്ചു പറയുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. 30 ജില്ലാ കമ്മിറ്റികളിൽ 27 ജില്ലാ പ്രസിഡന്റുമാരെ തെരഞ്ഞെടുത്തതായി കെ സുരേന്ദ്രൻ. കൊടകര കുഴൽപ്പണ കേസിൽ അന്വേഷണം പൂർത്തിയായതായി ED. കുറ്റപത്രം സമർപ്പിക്കാൻ ഹൈക്കോടതി 2 മാസം സമയം അനുവദിച്ചു. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാനപാതയുടെ നിർമ്മാണ പ്രവൃത്തികൾ ഫെബ്രുവരി ആദ്യവാരത്തിൽ ആരംഭിക്കാൻ തീരുമാനം. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിലാണ് തീരുമാനം. നിർമ്മാണ ചുമതല KSTPക്ക്. വിട്ടിലപ്പാറ പാലത്തിന് സമീപം അതിരപ്പള്ളി റോഡിൽ കാട്ടാന ഇറങ്ങി. ഇഴാറ്റുമുഖം ഗണപതിയാണ് റോഡിലിറങ്ങിയത്. അതിരപ്പള്ളിയിൽ മയക്കുവെടി വെച്ച് ചികിത്സ നൽകിയ ആനയുടെ മുറിവ് ഭേദമായെന്ന് വനംവകുപ്പ്. വാൽപ്പാറ ആനമല കടുവ സംരക്ഷണ കേന്ദ്രത്തിന് സമീപം കാട്ടാനയുടെ ആക്രമണത്തിൽ വയോധികയ്ക്ക് പരിക്ക്. തൃശൂർ DCC ജില്ലാ കോൺഗ്രസ് നേതൃയോഗം നടന്നു. നേതൃയോഗത്തിന് പിന്നാലെ കോൺഗ്രസ് A ഗ്രൂപ്പ് കോർ കമ്മിറ്റി യോഗം ചേർന്നു. പ്രസിഡന്റില്ലാത്ത അനിശ്ചിതത്വം ഒഴിവാക്കാൻ നടപടിയെടുക്കണമെന്ന് A ഗ്രൂപ്പ്. മാളയിൽ നടക്കുന്ന ഡിസോൺ കലോത്സവത്തിൽ 137 പോയിന്റുമായി ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് മുന്നേറുന്നു. കലോത്സവം ചൊവ്വാഴ്ച സമാപിക്കും. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.